മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ട് വെക്കും? സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. വയലാർ എഴുതുമോ ഇതുപോലെ? വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കയ്യത്രന്ന് പറഞ്ഞ എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. കാശ് മുടക്കിയത് അവളായിരിക്കും, പക്ഷെ അത് ചെലവാക്കിയത് ഞാന്. കെട്ടണ്ടേ എന്ന് പറഞ്ഞാൽ ഇത് 1 മാസം കഴിഞ്ഞിട്ടല്ല റിലീസ്, നാളെയാണ്. എന്റെ പൊന്നേട്ട, എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. ഞാൻ മിനിങ്ങാന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? മാതളങ്ങൾ തളിച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്രാക്കളില്ലേ. മാതളങ്ങൾ തളിച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്രാക്കളില്ലേ. പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം, കുളിർ ചൂടി വരാം. കാരണം മദ്രാസ് കഴിഞ്ഞ ഞാൻ ആലോചിച്ചത് ഈ ഹൈറാർക്കി, അതായത് ദ്രാവിഡ സങ്കല്പങ്ങളുടെ ചിന്തകൾക്ക് അങ്ങനെ പെട്ടെന്ന് പറയാനാണെങ്കിൽ മൾഹോളൻഡ് ഡ്രൈവ്, ട്വിൻ പീക്സ്, വൈ വാക്ക് വിത്ത് മീ, ബ്ലൂ വെൽവെറ്റ്, ആൻഡ് ഓൾസോ Letterboxd എൻ്റെ പോയി കോപ്പി അടിച്ചല്ലേ ഇത്. ഞാനാണോ പറയേണ്ടത്? ഓക്കെ, ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഇഷ്ടപ്പെട്ട് പഠിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അന്ന് സിനിമ കാണും, എന്നാലും സിനിമയോട് ഇത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് സത്യജിത്രയുടെ ചാരുലത എന്ന് പറഞ്ഞ മൂവി കാണുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം ഉള്ള സിനിമയോടൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സിനിമകൾ ചോദിക്കുകയാണെങ്കിൽ പതേർ പോഞ്ചലി, അപരാജിതോ, മഹാനഗർ ആൻഡ് ഓഫ് കോഴ്സ് ചാരുലത. യെസ് ചേച്ചി, that really sounds poetic, okay? And talking about poems, I guess poems, they actually don't have to rhyme. They are just meant to be creative. And by the way, my name is Max, also known as Tiger. And my favorite films are The Grand Budapest Hotel, Rashomon, and Midnight Summer. Introducing my Owen Wilson to you guys. ഓ ഹായ് ബ്രോ, ഓണാണെന്നല്ലേ? ക്യാമറ ഓണാണ്. ഓക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പ്രകാശം പരക്കട്ടെ അവതരിപ്പിച്ച ദാലിയുടെ ആകാശം എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. അപ്പോൾ അതിൽ ഈ ദാലിയായിട്ട് അഭിനയിച്ചത് ഞാനാണ്. ഇതാണ് ദാലിയുടെ മീശ അല്പം ഡാമേജായി. ബൈ ദ ബൈ, സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാർബൺ, നൊത്തോലി ഒരു ചെറിയ മീനല്ല, സ്കോട്ട് പിൽഗ്രിം വേഴ്സസ് ദ വേൾഡ്, സോറി ടു ബോദർ യു, ആ സെൻസിലല്ല, സോറി ടു ബോദർ യു ദ മൂവി ബൈ ബൂട്ട്സ് റൈലി. ഓക്കെ, താങ്ക് യു.
ഓക്കെ സോ വടച്ചെന്നൈ സെക്കൻഡ് പാർട്ട്, പിന്നെ ഈമയോ, ഡബിൾ ബാരൽ ദ ബെസ്റ്റ് സ്പൂഫ് എവർ ഇൻ മോളിവുഡ്, പിന്നെ പാദമുദ്രകൾ. ബാലിബൻ സിനിമയ്ക്ക് ശേഷം LGP ഒരു ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ടതാണ്. ഇറ്റ് ലിറ്ററലി ജസ്റ്റ് ബ്ലൂ മൈ മൈൻഡ്. എടോ ശരിക്കും ഞാനൊന്നുമല്ല ഇവിടെ നിൽക്കേണ്ടത്. അറിയാമല്ലോ ഞാൻ കുറച്ച് ഫേമസ് ആണ്. ഞാൻ ഇങ്ങനെ ഇത്ര ചെറിയ സിനിമകളൊന്നും അഭിനയിക്കാറില്ല. ഓ സോറി, മാറിപ്പോയി. മഴ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇട്ടിമാണി മേഡ് ഇൻ ചൈന, ഷൈലോക്ക്, ആറാട്ട്, ബ്ലാക്ക് കാറ്റ്. Actually, we started doing this around the pandemic. Like, actually, we started doing this around the pandemic. Actually, the letterbox users in Kerala kind of peaked at that time. അന്ന് എനിക്കറിയാവുന്ന കുറച്ച് പേരെയൊക്കെ വെച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തതാ. Now it's a statewide community. Actually, it has actually helped us a lot to get us touch in with the people that people like us. Or as you guys call cinephiles. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഡിസ്ട്രിക്ട് വൈസ് എല്ലാ വീക്കും മീറ്റപ്പ് വയ്ക്കാറുണ്ട്. അതല്ലാതെ 6 മാസം കൂടുമ്പോൾ സ്റ്റേറ്റ് വൈസ് ആയിട്ട് കൊച്ചിയിലോ കോഴിക്കോടോ ഒക്കെ വെച്ചൊരു മീറ്റപ്പ് ചെയ്യാറുണ്ട്. ദ ബെസ്റ്റ് തിങ് അബൌട്ട് ദിസ് ഈസ് ദ ഇൻക്ലൂസിവിറ്റി ദാറ്റ് വി ഗെറ്റ്, ലൈക്ക് ഫീലിംഗ് ദാറ്റ് വി ആക്ച്വലി ബിലോങ്. പിന്നെ അതല്ലാതെ ഐ ആം ആക്ച്വലി സിക്ക് ഓഫ് ദിസ് പ്രെജുഡൈസ് ദാറ്റ് ഗേൾസ് ക്യാൻ ബി ആസ് സിനിഫൈൽസ് ആസ് ഗായ്സ്. സോ ദിസ് ഈസ് മൈ സ്പേസ്. ദെൻ 4 സിനിമ പറയാമെന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി വെരി ഡിഫിക്കൽട്ട് ടു ചൂസ് 4 ഫിലിംസ്. എന്നാലും പരിയേരും പെരുമാൾ, യവനിക, അണ്ടർ ദ സ്കിൻ, ദ മാൻ ഹു സ്ലീപ്സ്. 4 പറഞ്ഞ 40 പറയാനല്ല പറഞ്ഞത്. ഇവിടെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സൈക്കോളജി എടുത്ത് സൈക്കോളജി സിനിമയോടുള്ള താല്പര്യം കൊണ്ടല്ലെന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടല്ല ഞാൻ സൈക്കോളജി എടുത്തത്. സൈക്കോളജി ത്രില്ലർ എടുക്കണമെന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ്. ആൻഡ് എൻ്റെ 4 ഫേവറേറ്റ്സ് എന്ന് പറയുമെങ്കിൽ അവേക്കനിങ്, സൈക്കോ, തണിയാവർത്തനം ആൻഡ് ഓഫ് കോഴ്സ് മണിച്ചിത്രചായ. ആക്ച്വലി 3 മാസം മുമ്പുള്ള മീറ്റിങ്ങിന് വെച്ചാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത്. ലൈക്ക് വി വർ വെരി എക്സൈറ്റഡ്. ആക്ച്വലി ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഭയങ്കര എക്സൈറ്റഡാണ്. അന്നാണ് മഴ. Hi, I'm Eugene.
So, something really cool happened in 2021. I guess it was 26th IFFK. So there was a section called Homage, and there was screening this film Oridathori Filvan. That was actually my first time ever to IFFK. So, അതുവരെ എൻ്റെ ഫിലിംസിനൊന്നും ഇൻ്റർവെൽ ഇല്ലായിരുന്നു. യു മൈറ്റ് നോ ദാറ്റ് ഇഫ് യു എവർ വെന്റ് ടു IFFK. ബട്ട് ദിസ് ഫിലിം ആഡ് വൺ. പിന്നീടാണ് മനസ്സിലായത് ആക്ച്വലി ഫിലിമിൻ്റെ റോള് ചേഞ്ച് ചെയ്യാനുള്ള ഗ്യാപ്പായിരുന്നു എന്ന്. And I got really excited about it, and I rushed to the projector room. Told a story to the moon, greatest art to moon, you and I alone. And that, kids, is how I met your mother. So, top four. First of all, Kurosawa's Dreams, Drive, The Man Who Sleeps, in Wake in Fright. Are you an angel or a curse and blinded tune? Told the story to the moon, flowers are unborn, feelings never bloom. We both rushed into the scene. I was struck to see the moon was staring me. കഴിഞ്ഞ വർഷം ഇതുപോലെ ക്യൂ നിന്ന് കൊല്ലം വരാൻ പറ്റുമെന്ന് മൊത്തം വിചാരിച്ചതല്ല. ക്യൂ ഓർമ്മിപ്പിക്കല്ലേ, ഒന്നാമതെ പേടിച്ചും വരണ്ട് ഇരിക്കുക. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ചെയ്തു വെച്ച് അയച്ചു കൊടുക്കാനും തോന്നിയ സെലക്ട് ആവുന്നല്ല ഞാൻ വിചാരിക്കുന്നു. നീയല്ലേ പറഞ്ഞ ആളുകൾ തിരിച്ചറിഞ്ഞു എന്താവോ എന്തോ. Sorry. Hi, I'm Megha and this is my brother and co-director of this film. ആകാശ്, ഇപ്പം നമ്മള് മഴ പുള്ളിക്കാരിയാണെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ IFFK വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുക. അന്ന് നമ്മളെ നൻപകലിലെ ക്യൂ ഉണ്ടല്ലോ, അന്ന് വെച്ചിട്ടാണ് നമ്മളെ മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അന്നേ ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ എൻ്റെ ഈ പടത്തിന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിന്റെ ഒരു 1/4 മഴയുടെ കളക്ട് ചെയ്യുന്നുള്ള. സോ എൻ്റെ ഫേവറേറ്റ് ഫിലിം എന്ന് പറയുമ്പോൾ ഒന്ന് കേപ്പന്യം, പിന്നെ ആമിസ് റേവ്നിങ്, റോസ്മേരീസ് ബേബി, പിന്നൊന്ന് ബ്ലൂ കാസ്റ്റർ. അപ്പൊ ഞാനാണെങ്കിൽ ഹ്യൂജ് ഗ്യാസ്പനോ ഫാൻ, അതുകൊണ്ട് ഡെഫിനറ്റ്ലി ക്ലൈമാക്സ്. പിന്നെ പറയാനാണെങ്കിൽ ജല്ലിക്കെട്ട്, LJPയുടെ ജല്ലിക്കെട്ടുണ്ട്. പിന്നെ രാജീരവി, അദ്ദേഹത്തിന്റെ ഞാൻ സ്റ്റീൽ ഓഫീസിന് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള പടം. അതുകൊണ്ട് രാജീരവിയുടെ തന്നെ അന്നയൻ റസൂൽ കിട്ടില്ല. ഞാൻ നിരഞ്ജൻ, മഴയുടെ ബ്രദറാണ്. നോട്ട് ടു ബ്രാഗ് ഓർ എനിത്തിങ്, പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ എൻ്റെ ആണ്. പെട്ടെന്ന് ക്രൗഡ് ഫണ്ടിങ്, ഫീച്ചർ ഫിലിം എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. റീക്രിയേഷൻ, പീപ്പിൾ സിനിമ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് പിന്നെ കൂടാന്നങ്ങ് വിചാരിച്ചു. ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാം ആദ്യമേ തന്നെ അങ്ങ് കൊടുത്തു. പിന്നെ എൻ്റെ കുറച്ച് അൺപെയ്ഡ് പ്രൊമോഷനും. ഞാൻ സ്റ്റീവ് ലോപ്പസ്, യവനിക, നമുക്ക് വാർക്കാൻ മുന്തിരി തോപ്പുകൾ, ഷട്ടർ ഐലൻഡ്. യെസ്, അതെ 1984 ഒഡേസ രൂപീകരിക്കപ്പെടുന്നത്. ജോൺ എബ്രഹാമും സത്യനും, സത്യം പിന്നീട് അറിയപ്പെടുന്ന ഒഡേസ സത്യൻ എന്നാണ്. അവരുടെ ആ ഒരു പ്രസ്ഥാനം മലയാള സിനിമയിലെ ഒരു വിപ്ലവം തന്നെയായിരുന്നു. അതെല്ലാവരും അറിഞ്ഞോ എന്നെനിക്കറിയില്ല. അവർ അക്കാലത്ത് കോഴിക്കോട് ബീച്ചിൽ വെച്ച് പ്രദർശിപ്പിച്ചിട്ടുള്ള അമ്മയെ അറിയാൻ, ഐസൻസ്റ്റീൻ്റെ ബാറ്റിൽ ഷിപ്പ്, പോട്ടം കീൻ തുടങ്ങിയ സിനിമകളൊക്കെ പ്രദർശിപ്പിക്കാൻ ഞാനവിടെ ഉണ്ട്.
ഞാനതിന് കാഴ്ചക്കാരനാണ്. സിനിമ എക്കാലവും എന്നും ഒരു ലഹരിയാണ്, പ്രണയമാണ്. പുതിയ സിനിമകളെക്കുറിച്ച് എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ചില മുൻവിധികളൊക്കെ ഉണ്ട്. അതിന് കലാമൂല്യം നഷ്ടപ്പെടുന്നു എന്നൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതിനോട് യോജിക്കുന്നില്ല. പുതിയ തലമുറയിലുള്ള സംവിധായകരും അവരുടേതായ രീതിയിൽ സിനിമയെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന് ഡോൺ പാലത്തറ, ലിജോ ജോസ് പല്ലിശ്ശേരി, ദിലീഷ് പോത്തൻ, ഖാലിദ് റഹ്മാൻ, അഞ്ജലി മേനോൻ, അവരൊക്കെ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധാനം ആരാണെന്ന് ചോദിച്ചാൽ ബേസിൽ ജോസഫാണ്. ബേസിൽ ജോസഫിൻ്റെ കുഞ്ഞിരാമായണം സിനിമ, അതൊക്കെ ഒരു പുതിയ വ്യാഖ്യാനമാണ്. നർമ്മത്തിനൊരു പുതിയ മാനം നൽകിയിരിക്കുകയാണ്. അതൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. അത്തരം സിനിമകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് എനിക്ക് പുതിയ തലമുറയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ചല്ലേ. പഴയ സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1960 ഞാൻ കണ്ട ചെമ്മീൻ മലയാളത്തിൽ ആദ്യമായിട്ട് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രാമു കരിയാട്ടിൻ്റെ സംവിധാനം, സത്യൻ്റെയും ഷീലയുടെയും മധുവിൻ്റെയും കൊട്ടാരക്കര ശ്രീധരനാരുടെയും അതുല്യമായ അഭിനയം. അത് ആ സിനിമയുടെ രംഗങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. രണ്ടാമത്തെ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കണ്ട ഭാർഗവി നിലയം. അതിൽ മധുവിനെയും PJ ആൻ്റണിയെയും മറക്കാൻ കഴിയില്ല. അഫ്കോഴ്സ് പ്രേം നസീറും അതിലെ പാട്ടുകളും എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ്. പുതിയ സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ജിയോ ബേബി സംവിധാനം ചെയ്ത സിനിമ, അത് പുരുഷന്മാരെ, എൻ്റെ തലമുറയിൽപ്പെട്ട പുരുഷന്മാരെ വല്ലാതെ സ്വാധീനിച്ച ഒരു സിനിമയാണ്. ഇത്രയും കാലം ഞങ്ങൾ വീടുകളിലൊക്കെ കാണിച്ചത് മഹാവൃത്തികേടായിരുന്നു എന്ന് സ്വയം ബോധ്യം വന്നൊരു സിനിമയാണ്. സത്യത്തിൽ ആ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റൊക്കെ ഒന്ന് എടുത്ത് അടുക്കളയിൽ കൊണ്ടുവെക്കാൻ, സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുവെക്കാനെങ്കിലും തീരുമാനിച്ചത്. അതുവരെ ആ സിനിമയിൽ കാണുന്ന പോലെ അവിടുത്തെ അച്ഛനും ഒക്കെ ചെയ്യുന്ന പോലെ മേശപ്പുറത്ത് ഇതൊക്കെ വാരിയിട്ടിട്ട് പ്ലേറ്റ് ഇട്ടിട്ട് പോകുന്നത് ഒക്കെ മോശമായിരുന്നു, വൃത്തികേടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു സിനിമയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. പിന്നെ പുതിയ മറ്റൊരു സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫിൻ്റെ തന്നെ മിന്നൽ മുരളി, അതൊക്കെ ഒരു പുതിയ ഒരു മാനമാണ് സിനിമയ്ക്ക് നൽകിയത്. അതെല്ലാ തലമുറയും ഒരുപോലെ സ്വാധീനിച്ച ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആഗോളതലത്തിൽ പോലും ആ സിനിമയ്ക്ക് അംഗീകാരം ലഭിച്ച ഒരു സിനിമയാണ് മിന്നൽ മുരളി. അപ്പം ചെറുപ്പക്കാരുടെ ഒരു വലിയ നേട്ടമാണത്. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശരി. സോറി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം ആൻഡ് ലെറ്റർ ബോക്സ്. മൈ ID is Cinephile Appupan. ഓക്കെ. ഹലോ, ഭയങ്കര തണുപ്പാ, ഒന്നും പറയാനില്ല. കൈയൊക്കെ ഞാൻ അകത്തോട്ട് കയറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, കാരണം തണുത്തിട്ട് വിറയ്ക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കാര്യമായിട്ട് പറയാം. ഞാൻ എൻ്റെ സാലറിൻ്റെ ഹാഫ് അയച്ചിട്ടുണ്ട്. ആൻഡ് ഐ എം കൈൻഡ് ഓഫ് മാഡ് അറ്റ് യു ഫോർ ഡൂയിങ് ദിസ് വിത്തൗട്ട് മീ. കാരണം എനിക്കിതിൻ്റെ ഒരു ഭാഗമാവാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഓൾസോ ഐ എം ഹാപ്പി ഫോർ യു ദാറ്റ് യു ആർ ഫോളോയിങ് യുവർ പാഷൻ ആൻഡ് യു ഡൂയിങ് ദിസ് വാട്ട് യു ടോൾഡ് യു ആർ ഗോണ ഡു. എൻ്റെ ഫേവറേറ്റ് 4 മൂവീസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർസ്റ്റെല്ലാർ, ഓപ്പൻഹൈമർ, അമേരിക്കൻ സൈക്കോ, അവതാർ.
ഞാൻ ക്രിസ്റ്റഫർ നോളൻ്റെ 2 മൂവീസ് കയറ്റേണ്ട കാരണം എന്ന് വെച്ചാൽ ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഹിസ് വർക്ക്. ആൻഡ് ദിസ് ഈസ് ഓസ്റ്റിൻ സൈനിങ് ഓഫ്. നാടകത്തിന് പകുതി വെളിച്ചത്തിൽ പണ്ട് പരിചയപ്പെട്ട ഈ അസത്യമൂല്യങ്ങളിൽ അതല്ല സിനിമയ്ക്കുള്ളത്. ഹായ്, ഞാൻ സിത്താര, മഴയുടെ അമ്മയാണ്. ഇങ്ങനൊരു ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനൊരു സ്ക്രീനിങ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ഞാനാണ് പറഞ്ഞത്. ഞാൻ ഗഗൻ, മഴയുടെ അച്ഛനാണ്. ഇത് ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ തിയേറ്ററാണ്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ. ഇവിടെ വേൾഡ് ക്ലാസിക് സിനിമകൾ കുറഞ്ഞ ചിലവിൽ വലിയ സ്ക്രീനിൽ കാണാൻ താല്പര്യമുള്ള ആർക്കും വരാം. അതിൻ്റെ ഫണ്ടെന്ന് പറയുന്നത്, ക്യാഷ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവിലേക്കാണ് പോകുന്നത്, ഒഡേസ മാതിരിയുള്ള ഒരു കളക്റ്റീവിലേക്ക്. മുൻപ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡോക്യുമെൻറ്റേഷനുകളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഈ പെട്ടെന്ന് നമ്മുടെ ഫേവറേറ്റ് സിനിമകളെ പറ്റി ചോദിച്ചാൽ പറയാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? എങ്കിലും ഒരിടത്തൊരു ഫയലാണ് എലിപ്പത്തായം, ചുരുളി, പിന്നെ നൻപകൽ നേരത്ത് മയക്കം. എനിക്കാണെങ്കിൽ അഗ്നിസാക്ഷി, വാനപ്രസ്ഥം, അതുപോലെ മൂൺറാം പിറൈ, വിശ്വരൂപം. എനിക്ക് മഴച്ചേച്ചിയെ പോലെ സിനിമ എടുക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ വീട്ടിൽ പറഞ്ഞാൽ ഓടിക്കും. ഞാൻ ഇത് അങ്ങനെ ആരോടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം എന്തോ ഒരു ധൈര്യം. ക്ലാസ്സിൽ ടീച്ചർ സെൽഫ് ഇൻട്രഡക്ഷനിൽ ആരാവണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പം ഇതാണ് പറയാറ്. ഞാൻ സത്യം പറഞ്ഞാൽ എപ്പോഴാണ് സിനിമയൊക്കെ കണ്ടു തുടങ്ങിയത്. എൻ്റെ ഫേവറേറ്റ് 4 സിനിമ താരേ സെമീൻ പാർ, ARM, റെഡ് ബലൂൺ, 2018. ഗിറ്റാർ. Jim. Sam, not to the filmmakers. We know you love The Office. Doesn't have to be this office. We're like heading on tomorrow. മഴ ആദ്യം കാശ് ചേരുന്ന ഞങ്ങളായിരുന്നു, പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. ഞാൻ പോകുന്നു. ഞാൻ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കുന്നത്. ഇവിടെ ഇനി തൊലഞ്ചുവാനായിട്ടൊന്നും. കുമ്പളങ്ങി നൈറ്റ്സ്, ശാന്താർ, ചാങ്കിങ് എക്സ്പ്രസ്, ഡോക്ടർ. ഓക്കെ, സീക്രട്ട് ഹാൻഡ് ഷേക്ക് ഡേ. ഞാൻ ഓക്കെ, ദിസ് ഈസ് ദ ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻ എവർ. യു വിൽ പേ ഫോർ ദിസ് ലെറ്റർ ബോക്സ്. ഇതിപ്പോൾ ശരിക്കും മറ്റേ പടമില്ലേ, അൺബെയറബിൾ വെയിറ്റ് ഓഫ് മാസീവ് ടാലന്റ്, അതിൽ നിക്കോളസ് കേജ് പറയുന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 100+ years of this cinema. You can't just limit it to one. മതി 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 മതി. സോ 8.5 ഡ്രീംസ്, ബാബിലോൺ ആൻഡ് ഡേ. Je pourrais quitter un type, mais pour un type, je pourrais jamais quitter un film. Oh, why am I doing this? ഭാനുവിന് ഒരു കാമുകയേ ഉള്ളൂ സിനിമ, ഒരു ഭാര്യയേ ഉള്ളൂ സിനിമ.
മാറ്റം വന്നു? അവിടെ എങ്ങനെയാണ് ഈ ആര്യസങ്കല്പങ്ങൾ വന്നു എന്നിവിടെ ആലോചിച്ചു. എബ്രഹാം ആൻഡ് ലിങ്കൺ, റൈറ്റ് കം അഗൈൻ, ആകസ്മികം, പിന്നെ ഹായ്. ബൈക്ക് വരെ ഹായ് ഉറങ്ങിയല്ല, ഉള്ളി ലെൻസ് വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ മഴയുടെ പടത്തിൽ കേസ് ഞാനും ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം, അവിടെ വെച്ച് കാണാം.